അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വളർത്തുന്ന ദൈവമാണ്, നിങ്ങളെ തളർത്തുന്ന ദൈവമല്ല. നിങ്ങളെ വളർത്തുന്ന ദൈവമാണ്. യോസേഫിനെ വളർത്തിയ ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, തലമുറകളായി അനുഗ്രഹത്തിൻ്റെ ഉറവ കുടുംബങ്ങളിലേക്ക് തലമുറകളിലേക്ക് വ്യാപരിച്ച് അനുഗ്രഹിച്ച ഒരു ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടതിന് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിപ്പേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കുന്ന വാക്കുകൾ, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരട്ടെ. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശപിക്കുന്ന ശാപം നിങ്ങൾക്ക് ശാപമായി തീരും. നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ, മറ്റുള്ളവരെ ശപിക്കുമ്പോൾ ആ ശാപം നിങ്ങൾക്ക് ശാപമായി തീരും. നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഉറവ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ മറ്റുള്ളവ മക്കളെ നിങ്ങൾ ശാപവാക്കുകൾ പറയുന്നുവെങ്കിൽ ആ ശാപവാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിന് ശാപമായി തീരും, നിങ്ങളുടെ തലമുറയ്ക്ക് ശാപമായി തീരും. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരെയും അനുഗ്രഹിക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ കാലഘട്ടത്തിൽ അനുഗ്രഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് വണങ്ങി അനുഗ്രഹം പ്രാപിക്കുന്ന രീതി അന്ന് മുതലേ ആരംഭിച്ചതാണ്. ദൈവത്തിൽ നിന്നും പ്രാപിച്ച അനുഗ്രഹം, അനുഗ്രഹത്തിൻ്റെ ഉറവ തലമുറകളിലേക്ക് വ്യാപരിച്ചത് അപ്പനമ്മമാരിലൂടെയാണ്. അനുഗ്രഹത്തിൻ്റെ ഉറവ വ്യാപരിക്കുന്നത് പുരോഹിതന്മാരിലൂടെയാണ്. അപ്പൻ അമ്മയുടെ അനുഗ്രഹം തലമുറകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പൻ്റെയും അമ്മയുടെ കണ്ണുനീര് ആ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കരുത്. അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര് അവർക്കൊരു ശാപമായി തീരരുത്. അതുകൊണ്ട് മാറോടണച്ച് അപ്പനും അമ്മയും മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരെ അനുഗ്രഹിക്കുന്നവരായിരിപ്പേൻ. നീ ഒരിക്കലും ഗുണം പിടിക്കില്ലെന്ന് തമാശയ്ക്ക് പോലും മക്കളെ നോക്കി പറയരുത്. അതവർക്കൊരു ശാപമായി മാറും. അതവർക്ക് വേണ്ടി ഫലിക്കുവാനിടയായി തീരും. തമാശയ്ക്ക് പോലും ആ മക്കളെ നോക്കി നിങ്ങൾ ശാപവാക്ക് പറയരുത്. നീ രക്ഷപ്പെടില്ലെന്ന് പറയരുത്. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനേകം മാതാപിതാക്കൾ അറിഞ്ഞോ അറിയാതെയോ തലമുറകളെ നോക്കിയിട്ട് ശാപവാക്കുകൾ പങ്കുവയ്ക്കുകയാണ്. ശാപവാക്കുകൾ അത് നിങ്ങൾക്ക് ശാപമായി മാറും. അബ്രഹാം തൻ്റെ മക്കളെ വിളിച്ച് തൻ്റെ അനുഗ്രഹത്തെ അവർക്ക് വേണ്ടി നൽകി. അവർക്ക് നൽകിയ അനുഗ്രഹം അവർക്കൊരു അനുഗ്രഹമായി മാറി. ആ ഈസഹാക്ക്, യാക്കോബ് അനുഗ്രഹത്തിൻ്റെ ഉറവ അങ്ങനെ തലമുറകളിലേക്ക് വ്യാപരിക്കുകയാണ്. ഇവിടെ നാം പഠിക്കുമ്പോൾ ഈ അബ്രഹാമിൻ്റെ തുടർന്നുള്ള അനുഗ്രഹത്തെ തലമുറകളിലേക്ക് വ്യാപരിച്ച് യോസേഫിലേക്ക് എത്തിയിരിക്കുകയാണ്. യോസേഫിനെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളായി തിരിച്ച് 4 ചിന്തകൾ പങ്കുവെച്ച് വളരെ വേഗതയിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എന്താണ് യോസേഫ്? ഇന്ന് യോസേഫ് എന്തായിരുന്നു, എങ്ങനെയാണ് യോസേഫ് ഇങ്ങനെ ആയത്? 4 പ്രധാനപ്പെട്ട അനുഗ്രഹത്തിൻ്റെ വിവിധ തലങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22-ാം വാക്യത്തിൽ യോസേഫിനെ യാക്കോബ് അനുഗ്രഹിച്ച വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. ലോകം എന്ത് പറയുന്നു എന്നത് വിഷയമല്ല. അപ്പൻ പറഞ്ഞത് അവന് സംഭവിച്ചു. അപ്പൻ പറഞ്ഞത് സംഭവിച്ചു. തലമുറകളിലേക്ക് അനുഗ്രഹം എത്തിച്ചേരുന്നത് തൻ്റെ അപ്പനിൽ നിന്നും അനുഗ്രഹം വ്യാപരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുക. ആ അപ്പൻ അനുഗ്രഹിച്ചു. അപ്പൻ അവനെ യോസേഫിനെ അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം മക്കൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇച്ചിരി കൂടി ഒന്ന് ഇറങ്ങി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, വിവാഹവേളയിൽ അപ്പനും അമ്മയും മക്കളെ അടുത്ത് വിളിച്ചിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹം കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഇന്ന് ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ അടുത്ത കാലത്ത് വിവാഹം കഴിഞ്ഞ് പോകാനായി യാത്ര ചോദിച്ച് നിൽക്കുമ്പോൾ ആ വരനോടും വധുവിനോടും പറഞ്ഞു, നിങ്ങളൊന്ന് അപ്പൻ്റെ കാല് തൊഴുത് അനുഗ്രഹം പ്രാപിച്ച് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛാ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ? ഈ കാലഘട്ടത്തിൽ ആരാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ കാലഹരണപ്പെട്ടു പോയ കാര്യങ്ങളാണെന്ന്
ചിന്തിച്ച് അതിനെ പുറങ്കാല് കൊണ്ട് തട്ടിമാറ്റി ഇറങ്ങിപ്പോകുന്ന തലമുറയെ കാണാൻ പറ്റും. ആ അപ്പനും അമ്മയും മനസ്സുകൊണ്ട് ആ മക്കളെ അനുഗ്രഹിച്ച് നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുമെന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും അനുഭവിക്കുവാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര് തലമുറകളിൽ വീഴരുത്. നിങ്ങൾ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് അപ്പനും അമ്മയും മക്കളെ ഓർത്ത് അവർ നശിച്ചു പോകുവാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അവന് ശാപവാക്ക് പറയരുത്, അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയണം. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ എപ്പോഴും സംസാരിക്കുമ്പോൾ നെഗറ്റീവായി സംസാരിക്കും. എനിക്ക് രക്ഷപ്പെടൂല, എനിക്ക് ഗുണം പിടിക്കത്തില്ല, ഞാൻ നന്നാവത്തില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാൻ രക്ഷപ്പെടൂല, ഞാൻ ഇങ്ങനെയായിപ്പോയി, ഞാൻ പരാജയമാണ്, ഇന്നലെ പ്രസംഗിച്ചതുപോലെ ഞാനൊരു തോൽവിയാണ്, ഞാൻ ഇനി രക്ഷപ്പെടത്തില്ല, എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നെഗറ്റീവായി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നെഗറ്റീവായി പറയുന്നവരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയുന്നവരുടെ വാക്ക് നിങ്ങൾ കേൾക്കണം. നന്നായിരിക്കും. ചിലരൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകെട്ടുകളിൽ നിങ്ങളോട് സംസാരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളോട് പോസിറ്റീവായിട്ട് സംസാരിക്കും. അല്പസമയം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് വീണ്ടും ജീവിക്കണമെന്ന്, വളരണമെന്ന്, കുറെ കൂടി ഉയരണമെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകും. ചിലരോട് സംസാരിച്ചാൽ അന്ന് തന്നെ ചത്താ കൊള്ളാമെന്ന് തോന്നും. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ ചിലരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ജീവിക്കണമെന്ന് പോലും തോന്നത്തില്ല. കാരണം അവൻ നെഗറ്റീവ് വാക്ക പറയുന്നത്. ഇതിനേക്കാൾ ഇനി ചത്തു കളയുന്നതാണ് നല്ലത്, ഇനി രക്ഷപ്പെടത്തില്ല, ഈ രോഗം വന്ന ആളപ്പുറത്ത് ചത്തുപോയി, നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന രോഗിയുടെ അടുക്ക് നിന്നുകൊണ്ട് ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കുന്ന രോഗി, ഇത് ആദ്യത്തെ സ്റ്റേജ് മാത്രമാണ്. അത് 4ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവനെ നോക്കിയിട്ട് താരതമ്യപ്പെടുത്തിട്ട് ഇവൻ രക്ഷപ്പെടാൻ സാധ്യത ഒരുപാടുണ്ടായിരുന്നിട്ടും അവനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതേ രോഗം വന്നവനാണ് അപ്പുറത്ത് മരിച്ചു പോയത്, അവൻ ഇന്ന് മരിക്കേണ്ടവൻ ഇന്നലെ മരിച്ചു പോകും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ വാക്ക് കേൾക്കുന്നവരോട് സംസാരിക്കുക. ചിലർക്ക് ഇപ്പോൾ പഴയ അല്ല, ഇന്ന് പുതിയൊരു കാലമാണ്. പുതിയ കാലമെന്ന് പറയുമ്പോൾ പുതിയ ഒരു രീതിയാണ് പല പരദൂഷണം പറയാനായിട്ട് കിട്ടുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ TV ഇല്ലാത്തത് കൊണ്ടും മൊബൈൽ ഇല്ലാത്തത് കൊണ്ടുമൊക്കെ ഒരുമിച്ച് വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൂടിയിരുന്നിട്ട് പരദൂഷണം പറയുന്നത് ചിലരുടെയൊക്കെ, അത് ഞാൻ പുരുഷനെയും സ്ത്രീയെയും ഒക്കെ ഉൾപ്പെടുത്തി പറയുക, ചിലരുടെയൊക്കെ ഒരു ഹോബിയായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി. വൈകുന്നേരമാകുമ്പോൾ ഫോൺ എടുത്ത് വെച്ചൊരു കോള് 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന കോളുകളാണ്. ആ കോളിൽ പറയുന്നത് മുഴുവനും പരദൂഷണമായിരിക്കും. അമ്മാവിയമ്മയായിരിക്കും, മരുമോളായിരിക്കും, അമ്മാവനായിരിക്കും ഇതിനൊക്കെ വിഷയം. അതൊക്കെ പോയിട്ട് അയൽപക്കത്തുള്ളവരെയും ആ വിഷയത്തിനകത്ത് വരും. അവരെക്കുറിച്ചുള്ള പരദൂഷണങ്ങളും കുറ്റങ്ങളും മാത്രമേ അതിനകത്ത് പ്രമേയമായിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് രാത്രി വഴിതെറ്റി ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ചിന്തിച്ചു നോക്കണം. അതിനെ മാറ്റിവെച്ചിട്ട് അങ്ങനെയുള്ളവരുടെ സംസാരങ്ങൾ മതിയാക്കി വെച്ചിട്ട് കുറ്റം പറയുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് ഒഴിവായിട്ട് മാറി നിന്നിട്ട്, പരദൂഷണം പറയുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് മാറിയിട്ട് നീ സ്വസ്ഥമായിട്ട് നിന്റെ മനസ്സൊന്ന് സന്തോഷത്തോടെ നല്ലത് പറയുന്ന, നല്ല വാക്ക് പറയുന്ന, നല്ലത് ചിന്തിക്കുന്ന വ്യക്തികളോട് നീ സംസർഗം പുലർത്ത്. നിനക്ക് നല്ലത് സംഭവിക്കും. നീ ശാപവാക്ക് കേൾക്കുന്ന, ചീത്ത വാക്ക് കേൾക്കുന്ന ചില ഗ്രൂപ്പുകളിൽ അടിമപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നീ അടിമപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നീ അതിനെ ഒഴിവാക്കിയിട്ട് നല്ലത് പറയുന്ന, പ്രശംസിക്കുന്ന, നല്ല വാക്ക് പറയുന്ന, അനുഗ്രഹിക്കുന്ന, നിന്നെ നല്ല വാക്ക് പറയുന്നവരോട് കൂടെ നീ സംസർഗം പുലർത്ത്. അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്ക് നല്ലത് കേൾക്കാനാണോ ഇഷ്ടം, മോശമായത് കേൾക്കാനാണോ ഇഷ്ടം? ചിലർക്കൊക്കെ ഇഷ്ടമെന്ന് പറയുന്നത് മോശമായ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ത്വര, ഒരു താല്പര്യം. അത് കേൾക്കാനും അത് പറയുന്നത് മറ്റുള്ളവന് വേദനിക്കുമെന്ന് മനസ്സിലാക്കിയാലും അതൊക്കെ കേൾക്കാനും അതൊക്കെ ഒന്ന് പറയാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒരുപാട് പേര് ഇങ്ങനെ ഹൃദയം കൊണ്ട് വ്രണപ്പെടുത്താനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് രാത്രിയിൽ ഓർക്കണം, അവൻ്റെ മനസ്സ് വേദനിക്കുമ്പോൾ നീ ഷെയർ ചെയ്തിട്ടാണ് അവൻ്റെ മനസ്സ് വേദനിക്കുന്നതെങ്കിൽ അതിന് കണക്ക് നീ കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ മറ്റൊരുവനെ വേദനിപ്പിക്കാൻ വേണ്ടി, അവന് ദൂഷണം പറയാൻ വേണ്ടി, മറ്റൊരുവന് വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. കാരണം ആരൊക്കെ പടച്ചു വിട്ടതായാലും, ആരൊക്കെ ചെയ്തു വിട്ടതായാലും, ആരൊക്കെ നെയ്തു കൂട്ടിയതായിരുന്നാലും, നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചാൽ, നിന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ ദൈവം തീരുമാനിച്ചാൽ, ആരെങ്കിലും തടഞ്ഞു വെച്ച് നിർത്തുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്ക് വരേണ്ടതിന്, നിന്റെ തലമുറകളിലേക്ക് വരേണ്ടതിന്, അത് തടഞ്ഞു വയ്ക്കുന്ന ഏതെങ്കിലും ശക്തികൾ നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ, അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയാത്ത ഏതെങ്കിലും ശക്തികൾ നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി പറ, എനിക്കത് വേണ്ട, ആ കൂട്ടുകെട്ട് എനിക്ക് വേണ്ട, എനിക്ക് അനുഗ്രഹത്തിന്റെ വാക്ക് മതി, എനിക്ക് നെഗറ്റീവായ വാക്ക് വേണ്ട, ശാപ വാക്ക് വേണ്ട, പരദൂഷണം വേണ്ട, മറ്റുള്ളവനെ കുറിച്ച് മോശമായി പറയുന്നത് എനിക്ക് വേണ്ട, എനിക്ക് ദൈവത്തിന്റെ കൃപ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് യോസേഫ്? ഞാൻ ചില കാര്യങ്ങൾ വളരെ വേഗതയിൽ പറയട്ടെ. എന്താണ് യോസേഫ്? ഇവിടെ പറയുന്നു, ഫലപ്രദമായ ഒരു വൃക്ഷം, ഫലപ്രദമായ വൃക്ഷം. യേശു പറയാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിച്ച ഒരു ഉദാഹരണമാണ് മുന്തിരിവള്ളി. മുന്തിരിവള്ളിയെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. മുന്തിരിവള്ളി നല്ല ഫലം കൊടുക്കുന്ന, നല്ല ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മുന്തിരിവള്ളി. ഈ മുന്തിരിവള്ളിയിൽ നിന്ന് നല്ല ഫലം കിട്ടുമ്പോൾ അത് നമുക്ക് രുചികരമാണ്, മറ്റുള്ളവർക്ക് ഗുണമാണ്, അത് നമുക്ക് ആരോഗ്യമാണ്, അത് പോഷക ഗുണമാണ്. യോസേഫ് ആരാണ് എന്നതിന് ഇവിടെ പറയുന്നത് ഫലപ്രദമായ മുന്തിരിവള്ളി. നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെടുവാൻ നമ്മൾ തയ്യാറാകണം. വെട്ടിക്കീറിയ വിറകല്ല, വൃക്ഷമല്ല, ഉണങ്ങിപ്പോയ കൊമ്പല്ല, ചീഞ്ഞഴുകിയ വസ്തുവല്ല. ദൈവം പറയുകയാണ്, യോസേഫ് ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട യോസേഫിന്റെ ജീവിതത്തെക്കുറിച്ച് യാക്കോബ്, ഇസ്രയേൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഇസ്രയേൽ, യാക്കോബ് ഈ യോസേഫിനെ അനുഗ്രഹിച്ചപ്പോ ആ അനുഗ്രഹത്തിന്റെ വാക്ക് പറയുന്നു, അവൻ ഇനി ഉണങ്ങിയ വൃക്ഷമല്ല, കിളിർത്തു പോകാത്ത, നശിച്ചു പോകുന്ന, അഥവാ ചീഞ്ഞു പോകുന്ന, ഉണങ്ങിപ്പോയ വൃക്ഷത്തിന്റെ കൊമ്പല്ല, ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാണ്. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം യോസേഫിനെ കുറിച്ച് പറയുന്നത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാണ്. എന്നെയും നിങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നീ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നീ ചീഞ്ഞു പോകുന്നതല്ല, നീ ഒടിഞ്ഞു പോകുന്നതല്ല, നീ ഉണങ്ങി അസ്ഥിയല്ല, ഉണങ്ങിപ്പോയ വൃക്ഷമല്ല, ഒടിഞ്ഞു പോയ വസ്തുവല്ല, പിന്നെ ഫലം കൊടുക്കുന്ന മുന്തിരിവള്ളിയാണ്. ഹല്ലേലൂയ. അതിങ്ങനെ ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും, ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. ഫലമില്ലാത്ത വൃക്ഷമല്ല, മുന്തിരിവള്ളി ഫലമുള്ളതാണ്. നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെടണം. ഒരു ദൈവ പൈതലേ, നീ ആരൊക്കെ നിന്നെ വെട്ടി നശിപ്പിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിന്നെ തളർത്താൻ ശ്രമിച്ചാലും, നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, ദൈവത്തിലാണ് ആശ്രയിച്ചതെങ്കിൽ, നീ നിന്റെ ഭാഗത്ത് വീഴ്ചയില്ല എങ്കിൽ, നീ നിന്റെ ഭാഗത്ത് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ആരൊക്കെ നിന്നെ വെട്ടി വീഴ്ത്താൻ ശ്രമിച്ചാലും, ഉണക്കിക്കളയാൻ ശ്രമിച്ചാലും, വെട്ടി മുറിക്കാൻ ശ്രമിച്ചാലും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പൈതലേ, നീ ഫലപ്രദമായ മുന്തിരിവള്ളി ആയിരിക്കും ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചേ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഫലപ്രദമായ മുന്തിരിവള്ളിയാണ് യോസേഫ്. യോസേഫ് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെ യോസേഫിനെ കുറിച്ച് പറയുന്നത്, യോസേഫ് എന്താണ്? ഫലപ്രദമായ മുന്തിരിവള്ളി. ആരൊക്കെ ഒതുക്കാൻ ശ്രമിച്ചാലും നീരുറവയുടെ അരികിൽ നിൽക്കുന്ന ഫലപ്രദമായ വൃക്ഷമാണ്. നീരുറവയുടെ അരികിൽ നിൽക്കുന്ന ഫലപ്രദമായ വൃക്ഷമാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാത്രിയിൽ കേൾക്കണം. നീ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ യോസേഫിനെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീരുറവയുടെ അടുക്കൽ നിന്നാൽ മാത്രമേ ഇത് ഫലപ്രദമായ മുന്തിരിവള്ളിയായി തീരത്തുള്ളൂ. വെള്ളമില്ലാത്ത ഉറവയുടെ അടുക്കലല്ല, വെള്ളമുള്ള നീരുറവയുടെ അരികിലുള്ള ഏറ്റവും മനോഹരമായ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ് ഈ ഭാഗത്തുള്ളത്.
സങ്കീർത്തനം 92:13 വാക്യത്തിൽ യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങൾ തഴയ്ക്കും. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 61:3 വാക്യത്തിൽ നീതി വൃക്ഷം നടുതല എന്ന പേര് അതിന് ഉണ്ടാകും. ഇന്ന് രാത്രി കേൾക്ക്, ദൈവസന്നിധി പറയാണ്, നീ നടുതലയായവർ, ആലയത്തിന്റെ യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് യോസേഫ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് ഇവിടെ പറയുന്നത് ആരാണ്? ഫലപ്രദമായ, ഹല്ലേലൂയ, മറന്നു പോകരുത്. യോസേഫ് ആരാണ്? അനുഗ്രഹിക്കപ്പെട്ട യോസേഫ്. ആ യാക്കോബ് അനുഗ്രഹം കൊടുത്തപ്പോ അനുഗ്രഹം വാങ്ങിച്ച യോസേഫ് ആരാണ്? ദൈവമേ, ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. മറന്നു പോകരുത്. അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ ചവിട്ടുപടി അവിടെ ഈ യോസേഫ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. രണ്ടാമതായിട്ട് യോസേഫിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് 22 ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അവിടെ അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നിരിക്കുകയാണ്. മതിലിൻ്റെ മീതെ പടർന്നിരിക്കുന്നു. ഈ മുന്തിരിവള്ളി അത് നട്ട് വളർത്തിയിട്ട് അത് മതിലിൻ്റെ കീഴെയാണ് നട്ടിരിക്കുന്നത്. മതിലിൻ്റെ കീഴെ ഒരു ചുവട്ടിൽ നട്ടിരിക്കുകയാണ്. പക്ഷേ അതിപ്പോൾ പടർന്ന് പന്തലിച്ച് മതിലിൻ്റെ പുറത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. നമുക്കറിയാം, ഒരു ചെടി കൊണ്ട് നട്ടാൽ പടരുന്ന ചെടിയാണെങ്കിൽ അത് മതിലിനകത്ത് എവിടെയെങ്കിലും ഒളിച്ചു നട്ടതായിരിക്കും. പക്ഷെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മതിലിൻ്റെ പുറത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അന്ന് വരെ കാണാതിരുന്ന, അന്ന് വരെ ഈ മതിലിൻ്റെ ചുവട്ടിൽ ഒളിച്ചു വച്ചിരുന്ന, ആ മതിലിൻ്റെ കീഴെ നട്ടുവച്ചിരുന്ന ഈ മുന്തിരിവള്ളി ഇപ്പോൾ അത് പടർന്ന് പന്തലിച്ച് മതിലിൻ്റെ കീഴെ അല്ല നിൽക്കുന്നത്, മതിലിൻ്റെ പുറത്താണ്. ഹല്ലേലൂയ. മതിലിൻ്റെ പുറത്ത് പടർന്നു നിൽക്കുകയാണ്. ഒരു ദൈവ പൈതല് മതിലിൻ്റെ ചുവട്ടിലല്ല, മതിൽ പൊളിക്കാനല്ല ദൈവം നിന്നോട് പറയുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാ. നിനക്കെതിരെയുള്ള മതിലുകൾ നിന്നെ വളരാതിരിക്കേണ്ടതിന്, നീ തഴയ്ക്കാതിരിക്കേണ്ടതിന്, നീ പടർന്ന് പന്തലിക്കാതിരിക്കേണ്ടതിന്, നിന്റെ തലമേല് പലവിധമായ ശത്രു വിതയ്ക്കുന്ന ചില വിത്തുകൾ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തലമുറകളിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, മതിലിന്റെ കീഴെയാണ് നിന്നെ നട്ടിരിക്കുന്നതെങ്കിലും, മതിലിന്റെ ചുവട്ടിലാണ് നട്ടിരിക്കുന്നതെങ്കിലും എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ പടർന്ന് പന്തലിച്ച് മതിലിന്റെ പുറത്ത് പടർന്ന് പന്തലിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ കുടുംബത്തെ ജീവിതത്തിൽ ആരും കാണില്ല എന്ന്, ആരും അംഗീകരിക്കില്ല എന്ന് നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി, നിന്നെ ഒളിപ്പിച്ചു നിർത്തി, നീ നശിച്ചു പോകും, ഇനി രക്ഷപ്പെടില്ല എന്ന് ലോകം നിന്നെ നോക്കി പറഞ്ഞിട്ട് നിന്നെ തളർത്തുവാൻ ശ്രമിച്ചപ്പോ മതിലിന്റെ കീഴെ നീ രഹസ്യമായിട്ട് നീ നട്ടു വളർത്തിയത് ഇപ്പോൾ പടർന്ന് പന്തലിച്ച് മതിലിന്റെ പുറത്തേക്ക് അത് പടർന്നു നിൽക്കുന്നത് പോലെ നിന്റെ തലമുറകളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും നിന്നെ തളർന്നു പോകുന്നതല്ല നിന്റെ ജീവിതത്തിലെ വിശ്വാസം. ദൈവം നിന്നെ വിളിച്ചെങ്കിൽ വിശ്വസ്തനാണ്, അന്ത്യത്തോളം നടത്താൻ ശക്തനാണ്. ലോകം വിചാരിക്കുന്നത് പോലെ അല്ല ദൈവം നിന്നെ വിചാരിക്കുന്നത്. നിന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ, നീ ദൈവഭാഗത്ത് നിഷ്കളങ്കമായി ജീവിച്ചു എങ്കിൽ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നുവെങ്കിൽ നീ ധൈര്യമായിട്ടിരിക്കുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് ധൈര്യമായിട്ട് ജീവിക്കാൻ കഴിയും. കാരണം ആരൊക്കെ എന്തോ പറഞ്ഞോട്ടെ, പ്രൈസ് ദി ലോർഡ്, ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞോട്ടെ, പക്ഷേ മതിലിടിക്കാനാണ് ഇന്ന് പലരും ആഗ്രഹിക്കുന്നത്. നിനക്കെതിരെ മറഞ്ഞു നിൽക്കുന്ന മതിലിനെ ഇടിച്ചു കളയുവാനായിട്ട്, നിന്നെ മറച്ചു നിർത്തുന്ന, നിന്നെ തടസ്സപ്പെടുത്തുന്ന, നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന മതിലിനെ ഇടിച്ചാൽ നിനക്ക് പുറത്തു വരാമെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ അത് നിന്റെ വിഷയമല്ല. മതിൽ നിന്നോട്ടെ. മതിലിടിക്കുന്നതും പൊളിക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ ആ മതിലിൻ്റെ പുറത്ത് പടർന്നു നിൽക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. മനസ്സിലായവരുടെ ദൈവമുണ്ട്. ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മതിൽ നിന്നോട്ടെ,
പ്രതിസന്ധികൾ നിന്നോട്ടെ, രോഗങ്ങൾ ഉണ്ടായിക്കോട്ടെ, കഷ്ടതകൾ ഉണ്ടായിട്ടോട്ടെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് തടസ്സമായിട്ട്, നിനക്ക് വളരാൻ തടസ്സമായിട്ട് എന്തൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ദൈവം തമ്പുരാൻ പറയാണ്, ആ മതിലിൻ്റെ ചുവട്ടിലാണ് നട്ടതെങ്കിലും ആ വൃക്ഷം, ആ മുന്തിരിവള്ളി അത് വളർന്ന് പന്തലിച്ച് മതിലിൻ്റെ പുറത്ത് പടരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവം എൻ്റെ ചുവട്ടിൽ കിളച്ചതുകൊണ്ട്, നല്ല ഫലത്തിനു വേണ്ടി ദൈവം തമ്പുരാൻ അതിൽ വെള്ളമൊഴിച്ചതുകൊണ്ട്, അതിൽ വളമിട്ടതുകൊണ്ട്, എനിക്ക് സാഹചര്യങ്ങളുടെ ചുറ്റിലും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മതിലിൻ്റെ മുകളിൽ പടരുവാൻ ദൈവം ഒരുക്കുന്ന വിധം നമ്മൾ മനസ്സിലാക്കുവാൻ തയ്യാറാകണം. ദൈവം ചുവട്ടിൽ കിളച്ചാൽ, വെള്ളമൊഴിച്ചാൽ, പ്രതികൂലത്തിൻ്റെ മുമ്പിൽ വളരുവാനായിട്ട് ദൈവം നിനക്ക് ഭാഗ്യം നൽകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രതികൂലങ്ങളെ കണ്ടിട്ട്, പ്രയാസങ്ങളെ കണ്ടിട്ട്, പ്രതിസന്ധികളെ കണ്ടിട്ട് ഞാനിനി വളരത്തില്ലെന്നൊന്നും ചിന്തിക്കണ്ട. ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, ഇനി വളരത്തില്ലെന്നൊന്നും ചിന്തിക്കണ്ട. ദൈവം നട്ടതാണെങ്കിൽ ദൈവം വളർത്തും. ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദൈവം നിന്നെ നിയോഗിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ നിന്റെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നിയോഗം നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു തിന്മ ശക്തികളും നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ജീവിതത്തെ തളർത്തുവാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യത്തോളം നടത്തും. പ്രൈസ് ദി ലോർഡ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ടാ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിച്ചപ്പോൾ നമ്മെ ഉയർത്തിയ ദൈവം, നമ്മൾ പാടാറുണ്ടല്ലോ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിച്ചപ്പോൾ തകരുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, ഉയർത്തില്ലെന്ന് ശത്രുഗണം തകർത്തില്ലെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുഹിതം പോ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുഹിതം പോ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ഈ യോസേഫിനെ ദൈവം അനുഗ്രഹിച്ചത് ഇപ്രകാരമാണ്. അനുഗ്രഹത്തിന്റെ വാക്ക് 23-ാം വാക്യത്തിൽ പറയുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതി. ഒരുപാട് വിഷമങ്ങളുടെ മധ്യയിലും വളർന്നു വരുവാനുള്ള കൃപയാണ് ഈ യോസേഫിന് ദൈവം കൊടുത്ത അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികൾ ഇല്ലാത്ത ഒരു അനുഗ്രഹമല്ല ദൈവം നിനക്ക് തരുന്നത്.
പ്രതികൂലങ്ങളുടെ മധ്യയിലും പ്രതിസന്ധികളുടെ മധ്യയിലും കഷ്ടതകളുടെ മധ്യയിലും കണ്ണുനീരിൻ്റെ മധ്യയിലും വേർപാടിൻ്റെ മധ്യയിലും വേദനകളുടെ മധ്യയിലും നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് കഷ്ടതയില്ലാത്തൊരു ജീവിതം വേണം, എനിക്ക് ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം വേണം, എനിക്ക് എപ്പോഴും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹവും ഉള്ള ഒരു ജീവിതം വേണം. എന്നാൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യയിലും ആരും സഹായം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലും എല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്ന നിമിഷങ്ങൾ കടന്നു വരുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നേരത്തെ ഇവിടെ പാടി കേട്ടതാണല്ലോ, ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുമ്പോൾ, നിനക്ക് കാശുള്ളപ്പോൾ, നിനക്ക് സൗകര്യങ്ങളുള്ളപ്പോൾ, നിനക്ക് സമ്പത്തുള്ളപ്പോൾ നിന്റെ കൂട്ടുകാർ കാണും, സഹോദരങ്ങൾ കാണും. നിനക്ക് സാമ്പത്തികം നഷ്ടപ്പെടുമ്പോൾ, നീ നശിച്ചു എന്ന് തോന്നുമ്പോൾ, കൂടപ്പിറപ്പുകൾ പോലും തിരിഞ്ഞ് മാറി നടന്നു പോകുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഓർക്കണം, ആരും സഹായമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലും നിന്റെ സഹായകനായി ഇരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നത്, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി. ഒരുപാട് വിഷമങ്ങളുടെ മധ്യയിലുമാണ് അനുഗ്രഹത്തിന്റെ ഉറവ അവിടെ യോസേഫ് അനുഭവിക്കുന്നത്. ദൈവം നിന്റെ നെടുവീർപ്പുകൾ അറിയുന്നു. ഒത്തിരി വിഷമിപ്പിച്ചവരുടെ മുമ്പിൽ അവനെ വളർത്തുമാറാക്കിയ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്കവിടെ അനുഭവിക്കുവാനായി സാധിക്കുന്നത്. ഒരു കാര്യം നടന്നില്ലെങ്കിൽ, ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ നടന്നില്ല എങ്കിൽ നീ വിഷമിക്കണ്ട. കാരണം ദൈവം നിനക്ക് വേണ്ടി മറ്റൊന്ന് കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. യോസേഫിനെ വളർത്തിയ ദൈവം അവന്റെ പ്രതിസന്ധികളുടെ മധ്യയിലാണ് അവനെ വളർത്തിയത്. നാലാമതായി, എങ്ങനെ യോസേഫ് ഇങ്ങനെ ആയിത്തീർന്നു? എങ്ങനെയാണ് യോസേഫ് ഇങ്ങനെ ആയിത്തീർന്നത്? ഈ പോരാട്ടങ്ങളുടെ ഇടയിലും ദൈവം അവനെ വളർത്തി. എങ്ങനെ? മതിലിൽ വളരുവാനായിട്ട് സാധിച്ചു. മിസ്രൈമിന്റെ മതിലിന്റെ മുകളിൽ പടർന്നു നിൽക്കുന്ന, ഫറവോന്റെ തലയ്ക്ക് മീതെ പടർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് യോസേഫിനെ നമുക്ക് കാണുവാനായി സാധിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അവിടെ 4 വിധത്തിലാണ് അവനെ അനുഗ്രഹിച്ചത്. മീതെ ആകാശത്തിന്റെ അനുഗ്രഹം. ആ ഭാഗം ഒന്ന് പഠിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഒരാൾക്കൊന്ന് വായിക്കാമോ? 25-ാം വാക്യം ഒരാൾ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 49:25. നിന്റെ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും, സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന. അവിടെ ഒന്നാമതായി നാം കാണുന്നത് ആകാശത്തിലെ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. യോസേഫിന് ദൈവം കൊടുത്ത അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ 4 വിധത്തിലുള്ള അനുഗ്രഹമാണ്. ഒന്ന്, ആകാശത്തിൻ്റെ അനുഗ്രഹം. ആകാശത്തിൻ്റെ അനുഗ്രഹം കിട്ടാറുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന ആകാശത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധിയായ മഴയും മഞ്ഞും സൂര്യപ്രകാശവും ഒക്കെ കിട്ടിയാലേ നമുക്ക് ഫലപുഷ്ടി ഉണ്ടാവത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് നല്ല വിളവുണ്ടാകണമെങ്കിൽ, സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ആകാശത്തിൻ്റെ നന്മ ഉണ്ടാവണം. ആകാശത്ത് നിന്ന് കിട്ടുന്ന അനുഗ്രഹം സൂര്യന്റെ പ്രഭയും, അത് മാത്രമല്ല നമുക്ക് വെള്ളവും ഊർജവും ഒക്കെ കിട്ടുന്നത് ആകാശത്ത് നിന്നാണ്. ആകാശത്ത് നിന്ന് അത് കിട്ടും. അവിടെ പറയുന്നത് അങ്ങനെയാണ്, മീതെ ആകാശത്തിന്റെ അനുഗ്രഹം. 2, താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും. അവിടെ താഴെ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങൾ അവന് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. യോസേഫിന് അനുഗ്രഹം കിട്ടിയത് 4 തരത്തിലാണ്. 1, അവന് കിട്ടിയത് ആകാശത്തിന്റെ അനുഗ്രഹം. 2, അവന് കിട്ടിയ അനുഗ്രഹം ഭൂമിയിലെ അനുഗ്രഹം. ഭൂമിയിൽ ഫലപുഷ്ടിയുള്ള മണ്ണ് ദൈവം കൊടുത്തു. ഫലപുഷ്ടിയുള്ള മണ്ണ് കൊടുത്തപ്പോൾ, വിളവ് കൊടുത്തപ്പോൾ അവന് ഭൂമിയിലുള്ള അനുഗ്രഹം ദൈവം കൊടുത്തു. അത് ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അങ്ങനെ ഒരു അനുഗ്രഹം അവൻ്റെ ജീവിതത്തിലുണ്ടായി. അടുത്ത ഭാഗം പറയുന്നത്, മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. അതിൻ്റെ അർത്ഥം അമ്മയുടെയും അപ്പൻ്റെയും അനുഗ്രഹം അവൻ്റെ ജീവിതത്തിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്.
അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ അനുഗ്രഹം തലമുറകളിലേക്ക് ഉണ്ടാകണം. ചിലപ്പോഴൊക്കെ അമ്മയോടുള്ള മനുഷ്യൻ്റെ സമീപനങ്ങളൊക്കെ വളരെ വികലമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം, പഴയ സൗന്ദര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലെത്തുമ്പോൾ പഴയ അമ്മ എന്ന ഒരു സങ്കല്പവും ആ ഒരു സാമീപ്യവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നിങ്ങൾക്ക് എന്തറിയാം, ഡിഗ്രിയൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോൾ മക്കളുടെ ഭാഷയൊക്കെ മാറും. ഞാൻ ഡിഗ്രിക്കാരിയാണ്, നിങ്ങൾ പണ്ടത്തെ SSLC. അവർ SSLC കഴിഞ്ഞ് അവർ വയറിറക്കി കെട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ച് നിന്നെ ഡിഗ്രിക്കാരിയാക്കിയപ്പോൾ, നിന്നെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തറിയാമെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുമ്പോൾ നീ ഓർക്കണം, നിനക്ക് വിദ്യാഭ്യാസം തരാൻ വേണ്ടിയാണ് അവർ ഇത്രയും ജീവിതത്തിൽ ഒരുപാട് വേദനകളും ഒരുപാട് ത്യാഗങ്ങളും സഹിച്ചത്. അവരൊരുപാട് ചുക്കിച്ചുളഞ്ഞ മുഖവും അവരുടെ ശരീരവുമായി മാറിയപ്പോൾ, സൗന്ദര്യമില്ല എന്ന ഒറ്റ കാരണത്താൽ അമ്മ എന്ന് പറയാൻ നീ നാണിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോകാൻ അമ്മയെ കൈപിടിച്ച് നടത്തി കൊണ്ടുപോകാൻ നീ ലജ്ജിക്കുന്നുവെങ്കിൽ ഓർക്കണം, ആ അമ്മ നിനക്ക് സൗന്ദര്യം തരാൻ വേണ്ടിയാണ് അവരുടെ സൗന്ദര്യത്തെ ഇല്ലാതാക്കിയത്. അവരുടെ ആരോഗ്യം ക്ഷയിച്ചത് നിനക്ക് സൗന്ദര്യം തരാൻ വേണ്ടിയാണ്, നിന്നെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്, നിന്റെ ബലഹീനതയിൽ നിന്നെ ശക്തീകരിക്കാൻ വേണ്ടിയാണ് അമ്മയുടെ ബലം അവിടെ ക്ഷയിപ്പിച്ചത്, നിനക്ക് ആരോഗ്യം തരാൻ വേണ്ടി. അതുകൊണ്ട് അമ്മയെ നീ മറക്കരുത്. നിന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും അമ്മയെ അപ്പനെ മറക്കരുത്. നീ AC മുറിയിൽ സുഖമായി ഇരിക്കുമ്പോൾ, ഫാനില്ലാതെ നിനക്ക് ഇരിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്ക് ആഹാരം തരാൻ വേണ്ടി എരിപൊയിൽ വെയിലത്ത് അപ്പനും അമ്മയും പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വേദനിച്ച് അവർക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇരിക്കുന്നില്ല. അവർക്ക് ഒരുപാട് വിശ്രമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിനക്ക് ആഹാരം തരാൻ വേണ്ടി, നിനക്ക് ഭക്ഷണം തരാൻ വേണ്ടി, നീ നന്നായിരിക്കാൻ വേണ്ടി, നിനക്ക് വീടുണ്ടാകാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. ഇന്ന് രാത്രി മറക്കരുത്, ആ അപ്പനെ അമ്മയെ നീ കൈ തട്ടി മാറ്റിപ്പോകരുത്. അവരെ നീ സ്നേഹിക്കാതിരിക്കരുത്. അത് നിനക്ക് ശാപമാണ്, അത് നിനക്ക് അനുഗ്രഹമല്ല. അമ്മയുടെ അനുഗ്രഹം നിനക്കുണ്ടാവണം. ഹല്ലേലൂയ. അപ്പൻ്റെയും അമ്മയുടെ അനുഗ്രഹം തലമുറകൾക്ക് ഒരു അനുഗ്രഹമാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപാട് വാചാലമാകും, സമയപരിധി കൊണ്ട് ഞാനത് നിർത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അമ്മയെ അപ്പനെ വേദനിപ്പിക്കരുത്. കാരണം അമ്മയുടെ അപ്പൻ്റെയും വിയർപ്പിൻ്റെ ഫലമാണ്, അവരുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്ന സന്തോഷം. അതുകൊണ്ട് ഒരിക്കലും അപ്പനെ അമ്മയും നീ വേദനിപ്പിക്കരുത്. അവരുടെ അനുഗ്രഹം നിന്റെ തലമുറകളിൽ നിനക്ക് അനുഭവിക്കുവാനായി സാധിക്കണം. ഇവിടെ യോസേഫിൻ്റെ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ്. അത് കഴിഞ്ഞിട്ട് പിതാവിൻ്റെ അനുഗ്രഹം 26-ാം വാക്യത്തിൽ, നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസേഫിന്റെ തലയിലും തൻ്റെ സഹോദരന്മാർ പ്രഭുവായവന്റെ നെറുകയിലും വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4-ാമത്തെ അനുഗ്രഹം അപ്പൻ്റെ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം, അപ്പൻ്റെ അനുഗ്രഹം 4-ാമത്തെ അനുഗ്രഹമാണ്. ഈ 4 അനുഗ്രഹങ്ങളും പ്രാപിച്ചൊരു വ്യക്തിയാണ് യോസേഫ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കാം, ആകാശത്തിൽ നിന്നുള്ള അനുഗ്രഹം നമ്മൾ പ്രാപിക്കുന്നുണ്ടോ? ഭൂമിയിൽ നിന്നുള്ള അനുഗ്രഹം ഞാൻ പ്രാപിക്കുന്നുണ്ടോ? മാതാവിൽ നിന്നുള്ള അനുഗ്രഹം ഞാൻ പ്രാപിക്കുന്നുണ്ടോ? എൻ്റെ പിതാവിൽ നിന്നുള്ള അനുഗ്രഹം ഞാൻ പ്രാപിക്കുന്നുണ്ടോ? അവർ നിന്നെ നോക്കിയിട്ട്, അപ്പനും അമ്മയും നിനക്ക് അനുഗ്രഹം തരേണ്ടതിന് പകരം ശാപവാക്കുകളാണോ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഉണ്ടാകുന്നത്? അതുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നവരാക്കുവാൻ ദൈവത്തിൻ്റെ വചനം നിന്നോട് പഠിപ്പിക്കുകയാണ്. രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുക. യോസേഫ് അനുഗ്രഹിക്കപ്പെട്ടത് 4 തരത്തിലാണ്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. ഇതെല്ലാ അനുഗ്രഹങ്ങളും യോസേഫിൻ്റെ തലയിൽ ഒരു കിരീടമായിരിക്കുകയാണ്. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ തലയിലും അവൻ്റെ സഹോദരന്മാർ പ്രഭുവായവൻ്റെ നെറുകയിലും വരും. പർവ്വത സമാനമായ അനുഗ്രഹങ്ങളെക്കാൾ ദൈവം തരുന്ന അനുഗ്രഹമാണ് വലുതെന്ന് യോസേഫിന് മനസ്സിലായി.
മറ്റ് പല അനുഗ്രഹങ്ങളെക്കാൾ ഈ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വലുതാണെന്ന് മനസ്സിലാക്കുവാൻ തയ്യാറാകണം. സ്വന്തം സഹോദരങ്ങളാൽ മാറ്റി നിർത്തിയവനെ ദൈവം അണച്ചു നിർത്തുന്ന ദൈവമാണ്. മുകളിൽ നിന്നും താഴെ നിന്നും അപ്പൻ്റെയും അമ്മയുടെയും അരികിൽ നിന്നും അനുഗ്രഹത്താൽ അവന് സമൃദ്ധിയായിട്ട് അവനെ വഴി നടത്തുകയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ ശപിക്കാതിരിക്കുക.